ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മൾ ഇന്ത്യ PSC അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുകയും നിലവിൽ നമ്മുടെ കമ്പനി മോഡ് LGSന്റെ വിജ്ഞാപനം ഈ വരുന്ന ദിവസങ്ങളിൽ പബ്ലിഷ് ആകും അല്ലെ. നമ്മൾ അറിഞ്ഞിരുന്നു കേരള PSCന്റെ ഏറ്റവും പുതിയൊരു യോഗ തീരുമാനം ഉണ്ടായിരുന്നു. ആ യോഗ തീരുമാനത്തിൽ കമ്പനി മോഡ് LGSന്റെ വിജ്ഞാപനം വരാൻ പോകുമെന്ന് കേരള PSC പറഞ്ഞിരുന്നു. അപ്പൊ ഇതിൻ പ്രകാരം നമുക്കിനി നോക്കേണ്ടത് ഈ കമ്പനി മോഡ് LGSന്റെ പരീക്ഷയുടെ രീതി എങ്ങനെയായിരിക്കും. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയാണ് ഈ യൂണിവേഴ്സിറ്റി രജിസ്റ്ററിലായിരുന്നു. അതായത് 697 കാറ്റഗറി നമ്പർ 697/2022 അടിസ്ഥാനമാക്കി ഈ കഴിഞ്ഞ 2022-2023 നടന്നിരുന്ന ഒരു യൂണിവേഴ്സിറ്റി LGSന്റെ പരീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു പരീക്ഷ പ്രൊസീജിയേഴ്സ് പൂർണ്ണമായിട്ടില്ല. കാരണം ആ പരീക്ഷ കോടതിയിലാവുകയും കുറെ കേസുകളിലാണ് ആ പരീക്ഷ ഇപ്പൊ നിൽക്കുന്നത്. അത് വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ആവും. ഇനി നിലവിൽ നമുക്ക് വേണ്ടത് ഈ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് സമാനമായ പരീക്ഷാ രീതിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഒരു പ്രിലിംസ് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. ശരിയല്ലേ? അത് മാത്രമാണോ? അല്ല, ഒരു മെയിൻസും പ്രതീക്ഷിക്കാം. ശ്രദ്ധിക്കണേ, ഇപ്പം കേരള PSC റീസെന്റ് നടത്തിയ കമ്പനി ബോർഡ് LGSന്റെ ഒരു എക്സാം ഉണ്ട്. അതായത് യൂണിവേഴ്സിറ്റി LGSന്റെ ഒരു പരീക്ഷയുണ്ട്. ആ യൂണിവേഴ്സിറ്റി LGSന്റെ പരീക്ഷയുടെ അതേ ഫോർമാറ്റിലാണ് കമ്പനി ബോർഡ് LGS നടക്കാൻ പോകുന്നത് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സിലബസ് വേണ്ടേ? വേണം. അപ്പൊ നമുക്ക് ആ യൂണിവേഴ്സിറ്റി, അതായത് 697/2022 അടിസ്ഥാനമാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റി LGSന്റെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതേ സിലബസിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക, അതിശക്തമായിട്ട് പ്രിലിംസ് മെയിൻസ് പഠനങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കുക തുടങ്ങിയാൽ നമുക്ക്. അപ്പൊ നിലവിൽ അതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ക്ലാസ് ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഇന്ത്യ PSC യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് ക്ലിക്ക് ചെയ്യുക. എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യണേ. റൈറ്റ്, അപ്പൊ നോക്കൂ, നമ്മുടെ സിലബസ് ആദ്യം ഞാൻ പ്രിലിംസിലേക്ക് കടക്കാം. നോക്കണേ, ഇതായിരുന്നു കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGS പരീക്ഷയുടെ പ്രിലിംസ്. ആണ് ഹെഡിങ് വായിച്ചു. വിവിധ യൂണിവേഴ്സിറ്റികളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികയുടെ കാറ്റഗറി നമ്പർ 697/2022 പ്രാഥമിക OMR പരീക്ഷയ്ക്കുള്ള വിശദമായ സിലബസും കടത്തി. അതായത് അതിന്റെ ഒരു പ്രിലിംസ് ആയിരുന്നു, യൂണിവേഴ്സിറ്റി LGSന്റെ പ്രിലിംസ് ആയിരുന്നു. അതിന്റെ വിശദമായ സിലബസിലേക്ക് കടക്കുകയാണ്. നോക്കി, അപ്പൊ അതിൽ പൊതുവിജ്ഞാനം എത്ര മാർക്കിനുണ്ടായിരുന്നു? 60 മാർക്കിനായിരുന്നു. പ്രിലിംസിലാണ്. സയൻസ് ആണെങ്കിലോ അത് 20 മാർക്കിനുണ്ടായിരുന്നു. അതുപോലെ QM റീസണിങ് ആണെങ്കിലോ അതും ഉണ്ടായിരുന്നു 20 മാർക്ക്. അപ്പൊ അങ്ങനെ 3 വിഷയങ്ങളായിട്ട് സ്പ്ലിറ്റ് അപ്പ് ഇൻഡെക്സ് ചെയ്തിരുന്നു. പൊതുവിജ്ഞാനം 20 മാർക്ക്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൊതുവിജ്ഞാനം 60 മാർക്ക്. 60 മാർക്ക് നമുക്ക് എന്തൊക്കെയാണെന്ന് ഇപ്പൊ നോക്കാം. സയൻസ് 20 മാർക്കാണ്. QA റീസണിങ് 20 മാർക്ക്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഉണ്ടോ? സിലബസിൽ ഇംഗ്ലീഷ് ഇല്ല, സിലബസിൽ മലയാളം ഇല്ല എന്നുള്ള നേട്ടങ്ങൾ. ഇപ്പൊ നോർമലി PSC നമുക്കറിയാം ഈ 12ാം ക്ലാസ് നിലവാരത്തിൽ അല്ലെങ്കിൽ LDC പോലീസ് കോൺസ്റ്റബിൾ CPO ഉള്ള പരീക്ഷയ്ക്ക് എൻറ്റയർലി ഡിഫറൻറ്റ് സിലബസ് ആണ്. കുറച്ചുകൂടെ കട്ടിയാണ്. സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നമുക്ക് സിവിക്സ് പോലുള്ള ഇമ്പോർട്ടന്റ് ആക്ട് ഉണ്ട്, സിവിക്സുകളുണ്ട്. ഇങ്ങനെ കുറെ പുതിയ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇവിടെ അതൊന്നുമില്ല. അപ്പൊ അത് പ്രിലിംസിന്റെ സിലബസ് വിശദീകരിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് 60 മാർക്കാണ് GK മാത്രം കൊടുത്തിരിക്കുന്നത്. ആ GK ആൻഡ് കറണ്ട് അഫെയർ ആണ്. അപ്പൊ അതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ടോപ്പിക്ക് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ 10 മാർക്ക്. പിന്നെയുള്ളത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ്ജ മേഖലയും, ഗതാഗത വാർത്താവിനിമയ മേഖലയിലെ പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച് പ്രാഥമിക അറിവ് 10 മാർക്ക്. പിന്നെയുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്നിവ 10 മാർക്ക്. പിന്നെയുള്ളത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ച അറിവുകൾ 10 മാർക്കാണ്. പിന്നെയുള്ളത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, അത് കേരള ജോഗ്രഫിയാണ്. അത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും, ദേശീയ ഉദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയ കുറിച്ചുള്ള അറിവ് 10 മാർക്ക്. പിന്നെയുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനുള്ളിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹിക പരിഷ്കരണം അയ്യങ്കാളി, ചട്ടമ്പിസ്വാമി, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കൾ 10 മാർക്ക്. ഓക്കെ അല്ലേ? അങ്ങനെ അത്രയും ആണ് GK 60 മാർക്കായി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ കൃത്യമായ ടോപ്പിക്കിനെ ഒന്നുകൂടെ നോക്കാം.
കറണ്ട് അഫെയർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആദ്യം ഒരു കറണ്ട് അഫെയറിനെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇന്ത്യൻ ജോഗ്രഫി കുറച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇന്ത്യയിലെ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്, കേരള ജോഗ്രഫി ഉണ്ട്, പിന്നെ ഇന്ത്യയിലെ മോഡേൺ ഹിസ്റ്ററിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. അതായത് മോഡേൺ ഹിസ്റ്ററി അല്ല, ശരിക്കും കേരളത്തിലെ ലീഡേഴ്സിനെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റം കൃത്യമായി കേരള റിനൈസൻസ് ലീഡേഴ്സിനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ബയോളജിയാണ്. ബയോളജിയിൽ 10 മാർക്കിനാണ് ഹ്യൂമൻ ബോഡി, വിറ്റാമിൻസും അപര്യാപ്ത രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതി പ്രശ്നങ്ങൾ. പിന്നെയുള്ളത് ഫിസിക്കൽ സയൻസ് 10 മാർക്കാണ്. ആ 10 മാർക്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ട് എന്ന് മറക്കരുത്. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങൾ അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും അതുപോലെ തന്നെ താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയുധവും സവിശേഷതകളും. അങ്ങനെ ഒരു 10 മാർക്കിന് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഫിസിക്കൽ സയൻസ് എന്ന പേരിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിയാണ് 20 മാർക്ക്. അതായത് മാത്സ് ആൻഡ് റീസണിംഗ് ആണ്. അതിൽ 10 മാർക്ക് കറക്റ്റ് QA ആണ്. നോക്കൂ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഗു ഉസ്സാഗു ഭിന്നസംഖ്യ അതുപോലെ ദശാംശ സംഖ്യ വർഗവും വർഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും. പിന്നുള്ളത് റീസണിംഗ് ആണ്. ആ റീസണിങ്ങുമായി ബന്ധപ്പെട്ട് 10 മാർക്ക് ഗണിത ചിഹ്നങ്ങൾ, ശ്രേണികൾ, സമാനബന്ധങ്ങൾ, അതുപോലെ തന്നെ തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുള്ള ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാന നിർണയ പരിശോധന. ഇങ്ങനെ മാത്സിന് ഒരു 20 മാർക്ക്. ഇപ്പൊ ടോട്ടലി നമ്മൾ കണ്ടിരുന്നു 60 മാർക്ക് GK ആണ്, 20 മാർക്ക് സയൻസ് ആണ്, ബാക്കിയുള്ള 20 മാർക്ക് മാത്സ് ആണ്. പ്രത്യേകിച്ച് സിലബസിൽ ഇംഗ്ലീഷില്ല, മലയാളമില്ല, സ്പെഷ്യൽ ടോപ്പിക് കാര്യങ്ങളോ ഒന്നും പ്രിലിംസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതായിരുന്നു യൂണിവേഴ്സിറ്റി LGS പ്രിലിംസിന്റെ സിലബസ്. ഇതിന് സമാനമായ ഇതേ സിലബസ്, ഒന്നുകിൽ ഇതിന് സമാനമായ സിലബസ് അല്ല ഇതേ സിലബസ് തന്നെയായിരിക്കും വരുന്ന ദിവസങ്ങളിൽ കമ്പനി ബോർഡ് LGSന് ഒരു പ്രിലിംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും PSC പുറപ്പെടുവിക്കുന്നത്. ഇനി നമുക്ക് മെയിൻസിലേക്ക് കടക്കാം. നോക്കി എങ്ങനെയാണ് മെയിൻസിന്റെ സിലബസ് കിടക്കുന്നത്. മുകളിലേക്ക് നോക്ക്. മെയിൻസിന്റെ സിലബസ് എന്ന് പറയുന്ന സമയത്ത് ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കി. വിവിധ യൂണിവേഴ്സിറ്റികളിലെ ലാസ്റ്റ് ഗ്രേഡ് 7 തസ്തികയുടെ കാറ്റഗറി നമ്പർ 697/2022 മുഖ്യ പരീക്ഷയ്ക്കുള്ള വിശദമായ സിലബസ് മാർക്കിന്റെ ഘടന നോക്കണേ. പൊതുവിജ്ഞാനം എത്ര മാർക്കാണ്? 40 മാർക്ക്. ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. സയൻസോ അതുകൊണ്ട് 10 മാർക്ക്. അടുത്ത പൊതുജനാരോഗ്യമോ 10 മാർക്ക്. അതുപോലെ QA ആൻഡ് റീസണിങ്ങോ അതുകൊണ്ട് 20 മാർക്കാണ്. ഓക്കെ അല്ലേ. പ്രിലിംസിന്ന് അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. കറണ്ട് അഫെയർ എടുത്ത് 20 മാർക്ക് എന്ന് പറയുന്നുണ്ട്. പ്രിലിംസിൽ അങ്ങനെ ഒരു ഡിവിഷൻ കൊടുത്തിരുന്നില്ല. പിന്നെ സയൻസിന് 20 മാർക്ക് എന്നായിരുന്നു പ്രിലിംസിൽ. ഇവിടെ പൊതുജനാരോഗ്യം എന്നൊരു ടോപ്പിക്കിനെ 10 മാർക്കിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് സയൻസ് 20 ആവുന്നത്. അവിടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആയിരുന്നെങ്കിൽ ഇവിടെ സയൻസ് 10 മാറ്റി, പൊതുജനാരോഗ്യം വീണ്ടും 10 മാറ്റിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മാത്സ് അതുപോലെ പ്രിലിംസിൽ സെയിം ആസ് പ്രിലിംസാണ് 20 മാർക്ക് തന്നെ. പിന്നെ ആദ്യം പറയുന്നത് പൊതുവിജ്ഞാനം. നോക്കൂ, പൊതുവിജ്ഞാനത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയ 5 മാർക്കാണ്. അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് കൊടുത്തിരിക്കുന്നത്, അതിന് 5 മാർക്ക്. അടുത്തത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതി നേട്ടങ്ങൾ 5 മാർക്ക്. എക്കണോമിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ, എക്കണോമിക്സ് ആണ്. പിന്നുള്ളതൊരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാന വിവരങ്ങൾ എത്ര മാർക്കാണ്? 5 മാർക്ക്. പിന്നെയുള്ളത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എത്ര മാർക്കാണ്? 5 മാർക്ക്. പിന്നെയുള്ളത് അത് ശരിക്കും ഇന്ത്യൻ ജോഗ്രഫിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് കേരള ജോഗ്രഫിയാണ്. കേരളത്തിലെ ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായികരംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവ് 10 മാർക്ക്. പിന്നെയുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകർ 5 മാർക്ക്. അതൊക്കെ നമുക്ക് പ്രിലിംസിൽ പഠിക്കുന്ന സെയിം ടോപ്പിക്കാണ് അല്ലേ. കേരള റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ടെന്ന് കുറച്ചു നമ്മൾ കണ്ടു. അടുത്ത ശാസ്ത്ര സാങ്കേതിക മേഖല കറണ്ട് അഫെയർ. നമ്മൾ ആ പ്രിലിംസിൽ ആദ്യം കണ്ട ടോപ്പിക് ഇല്ലേ, അത് അവിടെ 10 മാർക്കായിരുന്നു, ഇവിടെ 5 മാർക്ക്. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ശരിക്കും അവിടെ കറണ്ട് അഫെയർ ആണ് കൂടുതൽ പ്രസക്തി. പിന്നെ കലയും സാംസ്കാരികവും രാഷ്ട്രീയ സാഹിത്യ സാമ്പത്തിക മേഖല എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നുള്ള കറണ്ട് അഫെയർ 20 മാർക്കാണ് ലാസ്റ്റ് 1 ഇയർ.
ലാസ്റ്റ് 1 ഇയർ കറണ്ട് അഫയർ 2025 ജനുവരി മുതൽ ഇങ്ങോട്ടുള്ള കറണ്ട് അഫയറിനെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. 25 ജനുവരി ടു 25 ഡിസംബർ. ഓക്കെ അല്ലേ? പിന്നെയുള്ള സയൻസ് ആണ്. ഈ സയൻസിന് കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്, നോക്കൂ, സയൻസിന് 5 മാർക്ക് ബയോളജി, നമ്മുടെ ഹ്യൂമൻ ബോഡി, അതുപോലെ തന്നെ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതി പ്രശ്നങ്ങൾ. പിന്നെയുള്ളത് ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രി, അതായത് ഫിസിക്സും കെമിസ്ട്രിയും ചേർത്ത് 5 മാർക്ക്. പ്രിലിംസിൽ അത് 10 ആയിരുന്നു, 5 ആക്കി കുറച്ചു എന്നേ ഉള്ളൂ. ബാക്കി ടോപ്പിക് എല്ലാം സെയിം ആണ്. ആറ്റം, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. പിന്നെയുള്ളത് പൊതുജനാരോഗ്യമാണ്. അത് 10 മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഇത്രയാണ് നമ്മൾ പൊതുജനാരോഗ്യം എന്ന പേരിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് പഴയ പോലെ, അതായത് സെയിം as പ്രിലിംസ് ആണ് കേട്ടോ. മാത്സ് ആൻഡ് റീസണിങ്ങിനൊക്കെ 20 മാർക്കാണ്. എന്താണോ പ്രിലിംസിൽ കണ്ടത് സെയിം സിലബസ് ആണ്. ലസാഗു, ഉസാഗു, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, വർഗമൂലം, ശരാശരി പോലുള്ള ടോപ്പിക്കുകൾ, ലാഭവും നഷ്ടവും സമയവും ദൂരവുമാണ്. പിന്നെ റീസണിങ് ആണ്. റീസണിങ് വന്നിട്ട് 10 മാർക്കാണ്. ആ 10 മാർക്കിൽ ഗണിത ചിഹ്നങ്ങൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥാവർത്ഥാന ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സ്, സ്ഥാനം പോലുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതാണ് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ്. ഇപ്പൊ നിലവിൽ നമുക്ക് കേരള PSC നോട്ടിഫിക്കേഷൻ നാളെയും മറ്റന്നാളുമായിട്ട് പുറത്തിറങ്ങുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കമ്പനി ബോർഡ് LGS ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ, അതായത് ഒരു 3000-ൽ പുറമെ 3000-ൽ പുറത്ത് ഏറ്റവും കൂടുതൽ വിജ്ഞാപനം നടക്കുന്ന പോസ്റ്റുകൾ ഒന്ന് തന്നെയാണ് കമ്പനി ബോർഡ് LGS. വലിയൊരു അവസരമാണ്, വലിയൊരു ചാൻസ് ആണ്. പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി കേരള PSC ഇതിന്റെ പരീക്ഷാ പാറ്റേൺ രീതിയൊക്കെ വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യും. അതൊരു സൈഡിൽ പറഞ്ഞോട്ടെ, കേരള PSC പരീക്ഷാ പാറ്റേൺ എങ്ങനെയൊക്കെ ക്രമീകരിച്ചു കഴിഞ്ഞാലും ഈ ടോപ്പിക്കിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ ഒരു 5 വർഷമായി കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പുതുക്കിയ ഒരു പുതിയ സിലബസാണ് നിങ്ങളിലേക്ക് ഇപ്പൊ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു സിലബസിൽ നിന്ന് ആ സിലബസിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. സിലബസിന്റെ ഒരു എന്താ പറയുക, ആ ഒരക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. പരീക്ഷ പാറ്റേണിൽ ഒരു പക്ഷേ ഇപ്പൊ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, യൂണിവേഴ്സിറ്റി LGSന്റെ അതേപോലെ തന്നെ പ്രിലിംസും മെയിൻസും ആണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അങ്ങനെയല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് പ്ലാൻ A ആണ്. നമുക്ക് 2 പ്ലാനായി ചിന്തിക്കാൻ കഴിയും. പ്ലാൻ A ആണ്. ഓക്കെ, പ്ലാൻ എയിൽ ഞാൻ പറയുന്നു, നമുക്ക് യൂണിവേഴ്സിറ്റി LGSന്റെ സെയിം ഫോർമാറ്റിൽ പോയിരിക്കും. പ്രിലിംസ് മെയിൻസ് എന്ന ഫോർമാറ്റിൽ പരീക്ഷ. ഇനി അല്ല, PSCക്ക് വേണമെങ്കിൽ പ്ലാൻ B യെ പറ്റി PSCക്ക് ചിന്തിക്കാം. അത് PSC വൈകാതെ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ പ്ലാൻ B എന്ന് പറയുന്ന ഒറ്റ പരീക്ഷ. നമ്മളെ സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു 95% നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായിരുന്നോ യൂണിവേഴ്സിറ്റി LGSന്റെ ഫോർമാറ്റ്, അതേ ഫോർമാറ്റിൽ ഒരു പ്രിലിംസ് മെയിൻസ് പരീക്ഷയാണ് പ്രതീക്ഷിക്കുന്നത്. പ്ലാൻ B എന്ന് പറയുമ്പോൾ ഒറ്റ പരീക്ഷ. അത് ഒരു 5% മാത്രമേ നമുക്ക് സ്കോപ്പ് പ്രതീക്ഷിക്കാൻ കഴിയൂ. ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ, ഇനി ഒരു പക്ഷേ ഒറ്റ പരീക്ഷയാണെങ്കിൽ നിങ്ങൾ ഏത് ഏത് സിലബസ് ആയിരിക്കും? നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന്റെ സിലബസ് 2ാമതായി കാണിച്ചില്ലേ? യൂണിവേഴ്സിറ്റി LGSന്റെ ഒരു മുഖ്യ പരീക്ഷാ സിലബസ് എന്ന് പറഞ്ഞ് കാണിച്ചില്ലേ? സെയിം അതേ സിലബസ് ആയിരിക്കും യൂണിവേഴ്സിറ്റി. അതായത് 697/2022 ഞാൻ ഇപ്പോൾ ഒരു മെയിൻസിന്റെ സിലബസ് കാണിച്ചു. അതേ മെയിൻസിന്റെ സിലബസ് ആയിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോ മെയിൻസിന്റെ സിലബസ് പ്രിപ്പയർ ചെയ്യണം. അതാണ് സേഫ് സോൺ എന്ന് പറയുന്നത്. കാരണം ഓൾറെഡി നിങ്ങൾ യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻസിന്റെ സിലബസിൽ പ്രിപ്പറേഷൻ ആരംഭിക്കുന്ന സമയത്തുള്ള നേട്ടം എന്താ? അതിന്റെ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ PSC നമ്മുടെ പ്ലാൻ B ഒറ്റ പരീക്ഷ എന്ന സ്ട്രാറ്റജിയാണ് PSC, അതായത് 5% മാത്രം പോസിബിലിറ്റി ഉള്ള പ്ലാൻ B ആണ് ചൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ സേഫ് ആയിരിക്കും. നമ്മൾ മെയിൻസിലല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മെയിൻസിലല്ലേ നമ്മൾ പഠനം തുടങ്ങിയത്. ഓക്കെ അല്ലേ? ഇനി അതാണൊന്ന്. ഇനി ഒരു പക്ഷേ പ്രിലിംസ് മെയിൻസ് പറയണമെങ്കിൽ നമ്മൾ സേഫ് ആയിരിക്കും. കാരണം മെയിൻസിന്റെ സിലബസ് പഠിക്കുന്നത് വഴിയുള്ള നേട്ടം എന്താണ്? നിങ്ങൾ ഓൾറെഡി പ്രിലിംസ് കവർ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പ്രിലിംസിലുള്ള എല്ലാ ടോപ്പിക്കുകളും എവിടെയുണ്ട്? മെയിൻസിലുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിറ്റി LGS പരീക്ഷയുടെ മെയിൻസിന്റെ സിലബസിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് കവർ ആവുന്നുണ്ട്? പ്രിലിംസ് ഓൾറെഡി കവർ ആവുന്നുണ്ട്. പിന്നെ PSC പ്രിലിംസും മെയിൻസും പറഞ്ഞാലും നമ്മൾ സേഫ് ആണ്. അതായത് നമ്മുടെ പ്ലാൻ A എടുത്താലും നമ്മൾ സേഫ് ആണ്. പ്ലാൻ B എന്ന ഒറ്റ പരീക്ഷ എടുത്താലും നമ്മൾ സേഫ് ആണ്.
പിന്നെ PSC പ്ലാൻ A കൊണ്ടുവന്നാലും നമ്മൾ സേഫ്, പ്ലാൻ B കൊണ്ടുവന്നാലും നമ്മൾ സേഫ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഐഡിയ ഓക്കെ അല്ലേ? കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇപ്പം നാളെ മറ്റന്നാളെ നോട്ടിഫിക്കേഷൻ എത്തും. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ ഏവരും ആദ്യമൊക്കെ ഒന്ന് എന്താ പറയുക, നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യും. പിന്നെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? PSCന്റെ സിലബസ് എവിടെ? PSC ഒരു പുതിയ സിലബസ് ഇറക്കട്ടെ, എന്നിട്ട് പഠനം തുടങ്ങാം. അങ്ങനെ വെയിറ്റ് ചെയ്തത് അപകടമാണ്. കാരണം കേരള PSC നിലവിൽ ഒരു ചെറിയൊരു പ്രശ്നമുള്ളത്, പല പരീക്ഷയുടെയും സിലബസ് പരീക്ഷയ്ക്ക് ഒരു 50 ദിവസം മുന്നേ മാത്രമേ പുറത്തു വിടുന്നുള്ളൂ. എസ്പെഷ്യലി ടെക്നിക്കൽ. ഇപ്പൊ ഈ ഇടയ്ക്ക് കഴിഞ്ഞ കുറെ ടെക്നിക്കൽ പരീക്ഷകളുണ്ട്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ഒരു 50 ദിവസം മുന്നേ മാത്രമാണ് പുറത്തു വിടുന്നത്. അപ്പം അതൊരു അപകടമാണ് ശരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കമ്പനി ബോർഡ് LGSന്റെ ഇനി ഒരു 2026 എന്ന് പറഞ്ഞുകൊണ്ടൊരു പുതിയ സിലബസ് വരട്ടെ, പരീക്ഷാ രീതി പറയട്ടെ, എന്നിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ തീരൂല. കാരണം നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു കിട്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി ബോർഡിന്റെ LGSന്റെ നോട്ടിഫിക്കേഷൻ നാളെ മറ്റന്നാളും എത്തുകയാണ്. ചെയ്യേണ്ട പരിപാടി യൂണിവേഴ്സിറ്റി LGS മെയിൻസ്. എന്താണോ യൂണിവേഴ്സിറ്റി LGS മെയിൻസ്, അതിന്റെ അതേ സിലബസിൽ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ. ഞാൻ എന്താണ് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് സെപ്പറേറ്റ് ആക്കി ഇപ്പൊ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ മിന്റു PSCന്റെ ടെലിഗ്രാമിൽ മെമ്പർ ആവാനെ കൊണ്ട് കൃത്യമായി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ടെലിഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഞാനപ്പോൾ ആ ലിങ്കിലേക്ക് കൃത്യമായിട്ട് ഈ ഒരു പ്രിലിംസിന്റെയും മെയിൻസിന്റെയും യൂണിവേഴ്സിറ്റി LGSന്റെ സിലബസ് ആണ് സെപ്പറേറ്റ് ചെയ്തിട്ടേക്ക്. നിങ്ങൾ ഒറ്റ കാര്യം ഉറപ്പിച്ചോളൂ, PSC ഏത് പാറ്റേണിലേക്ക് പ്ലാൻ എയിൽ വന്നാലും പ്ലാൻ ബിയിൽ വന്നാലും ഈ സിലബസിൽ മാറ്റമൊന്നുമില്ല കേട്ടോ. പരീക്ഷാ രീതി ചിലപ്പം പ്ലാൻ എയോ പ്ലാൻ ബിയോ ചൂസ് ചെയ്യാം, പക്ഷെ ഈ സിലബസിൽ കൊടുത്തിരുന്ന ഒരു അക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ല. കൺഫേം ഒരു മാറ്റവും ഇല്ല. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻസിന്റെ ഞാൻ രണ്ടും ഗ്രൂപ്പിലേക്ക് അയച്ചേക്കാം. രണ്ടും എടുത്ത് വെച്ചോളൂ. പക്ഷെ പഠനം തുടങ്ങേണ്ടതും പഠനം തീർക്കേണ്ടതും മെയിൻസിന്റെ സിലബസിന്റെ അടിസ്ഥാനത്തിലാണ്. മെയിൻസ് ആണ് ആധികാരികമായ സിലബസ്. അതിൽ ഓൾറെഡി പ്രിലിംസ് കവേർഡ് ആണ്. കിട്ടിയായിരുന്നോ? അപ്പൊ പിന്നെ അവരിനി പ്ലാൻ എ എടുത്താലും പ്ലാൻ ബി എടുത്താലും നമ്മൾ ഡബിൾ സേഫ്. ഓക്കെ അല്ലേ? അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും വരും ദിവസങ്ങളിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു വെള്ള പേപ്പറും പേനയെടുത്ത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്യുക. ഈ വീഡിയോ കൊണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആദ്യം ചെയ്യേണ്ട കാര്യം സ്റ്റെപ്പ് 1 സിലബസിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. സ്റ്റെപ്പ് 2 പഠനം അതിവേഗത്തിൽ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റെപ്പ് 3 നിങ്ങൾക്ക് ശക്തമായ ഒരു കോച്ചിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമ്പനി ബോർഡ് LGSന്റെ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ അറിയാനായി ഇതാ നോക്കൂ, നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്ത് ബാച്ചിന്റെ വിശദീകരണങ്ങൾ, ക്ലാസ്സിൽ കൊടുക്കുന്ന ക്ലാസ്സിന്റെ രീതി, നോട്ട്സ്, ടൈം ടേബിൾ പോലുള്ള എല്ലാ കാര്യങ്ങളും ആ നമ്പറിൽ അവൈലബിൾ ആണ്. നമ്പർ ഒന്ന് എഴുതിക്കോട്ടെ, 7907. കാണാൻ പറ്റുന്നുണ്ടോ? 365854. നമ്മുടെ നമ്പറിൽ ഇതിനകത്തുണ്ട് കേട്ടോ, 7907 365854. ഓക്കെ അല്ലേ? അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസുകളും വരും ദിവസങ്ങളും അപ്ലോഡ് ചെയ്യാം. അതുപോലെ നിലവിൽ നമ്മുടെ മിന്റു PSC യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെൽ ബട്ടണിലേക്ക് തോൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള എല്ലാ വീഡിയോസും കൃത്യമായി നിങ്ങളിലേക്ക് സമയാസമയം എത്തിക്കൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ. ഓക്കെ, താങ്ക് യു.